ഈ ബിരിയാണി ചെമ്പിൽ അന്ന് സ്വർണം കൊണ്ടുപോയല്ലോ, ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ അത് എങ്ങനെയായിരിക്കും ഇത് കടത്തിയിട്ടുണ്ടാവുക? ചെമ്പ് പോലും വെളിയിൽ ആരും കണ്ടിട്ടില്ല. അതങ്ങ് വീട്ടിനകത്ത് ക്ലിഫ് ഹൗസിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഫ്രം ദെയർ. എപ്പിലെപ്സി ഫിറ്റ്സ് വരുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ഫിറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ബിക്കോസ് അതേപോലത്തെ ടോർച്ചറാണ് ഈ വ്യക്തി തന്നുകൊണ്ടിരുന്നത്. ഭാര്യയും മകളും. ഭാര്യയാണ് CM രവീന്ദ്രനുമായിട്ടിരുന്ന് പദ്ധതികൾ, ശിവശങ്കർ സാറുമായിട്ടിരുന്ന് പദ്ധതികൾ തീരുമാനിക്കുന്നത്. ഷേഖിന് സ്വർണം കൊടുക്കാന്ന് പറയുന്നത് പുള്ളിക്കാരത്തിയാണ്. അതായത് CM രവീന്ദ്രനും M ശിവശങ്കറും കമലയും കൂടിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ അവിടെ റോളില്ല. ഇല്ല. I used to only cry, and very sincerely I am telling you this because I lost my children, I lost my life, I lost my career. നമ്മൾ വിശ്വസിച്ചവരെല്ലാവരും നമ്മളെ ചതിക്കുന്നു. ചുറ്റും മരണത്തിന്റെ ഭയം. അന്നൊക്കെ ഭയം തോന്നിയിരുന്നില്ല ഈ കസ്റ്റഡിയിൽ? കാരണം ഭരണം അവർക്കാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. പ്രത്യേകിച്ചും ഈ CMന്റെ കൂടെയൊക്കെ ഒരു കുറേ കാലമൊക്കെ നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. എന്നിട്ടും ഭയം തോന്നിയില്ലേ ആ സമയത്ത്? ഡു ഓർ ഡൈ സിറ്റുവേഷൻ. ഇപ്പം താങ്കൾ എൻ്റെ സ്ഥാനത്താണെങ്കിലും നമ്മളെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ റെസ്റ്റ് ഇല്ലാതെ ഓരോ കസ്റ്റഡി മാറി ജയിൽ കസ്റ്റഡി. ഇനിയൊന്നും ഇല്ല, എല്ലാം തീർന്നു. വെളിയിലായിരുന്നെങ്കിൽ മരിക്കുമായിരുന്നു. അകത്താണെങ്കിൽ മരണമാണെങ്കിൽ അത് ഫേസ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. നമുക്ക് ടെൻഷൻ വന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവരെല്ലാവരും ദുഃഖിക്കുന്നത് 15 മാസവും എൻ്റെ കണ്ണ് ഡ്രൈ ആയിട്ടില്ല, കണ്ണ് നിറഞ്ഞ് എന്നെ ഒഴുകിക്കൊണ്ടിരുന്നു. ഈ 15 months രാവിലെ മുതൽ രാത്രി വരെ I used to only cry, and very sincerely I am telling you this because I lost my children, I lost my life, I lost my career. നമ്മൾ വിശ്വസിച്ചവരെല്ലാവരും നമ്മളെ ചതിക്കുന്നു. ചുറ്റും മരണത്തിന്റെ ഭയം. ശരിക്കും നമ്മൾ മരിച്ച് ഫോട്ടോ വയ്ക്കുന്നത് പോലെയാണ് ജീവനോടെ ജയിലിൽ ഇരിക്കുമ്പം വീണ്ടും. നമുക്ക് മരിച്ചവർക്കൊന്നും അറിയാൻ പറ്റില്ല, അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമുക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ വി ആർ ഡെഡ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമായ അവസ്ഥ. അത് ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഈ JLDGP അജയ് കുമാറിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റവും മറ്റു കാര്യങ്ങളും? ഈസ് വെരി ഡേർട്ടി. ബിക്കോസ് പുള്ളിക്കാരൻ പറയുന്ന രീതിക്കൊക്കെ ഞാൻ ലെറ്റർ എഴുതി കൊടുക്കുക, പുള്ളിക്കാരൻ പറയണ പോലെ മൊഴി കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ ടോർച്ചർ ചെയ്യുക. ടോർച്ചർ മീൻസ് നമുക്ക് ഇപ്പം ആ ജയിലിൻ്റെ അകത്ത് കിടക്കുമ്പം എൻ്റർടൈൻമെൻ്റ് അല്ലല്ലോ ആവശ്യം, നമുക്കൊരു മനസ്സമാധാനമല്ല ആവശ്യം. ബിക്കോസ് നമുക്ക് നമ്മളെ മക്കളെ കാണാൻ പറ്റുന്നില്ല. ആരുടെങ്കിലും ഒരു വാക്ക് 2 വാക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. ഞാൻ അവിടെ കൺവിക്റ്റഡ് അല്ലല്ലോ, അക്യൂസ്ഡ് അല്ലേ. ആൻഡ് അത് എക്കണോമിക് ഒഫൻസ് ആണ്. ഞാനൊരു കോൾഡ് ബ്ലഡഡ് മർഡറൊന്നും അല്ലല്ലോ. അവിടെ മർഡർ ചെയ്ത ആൾക്കാരൊക്കെ VIP രീതിയിലാണ് അവരവിടെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നത്. ഇവര് പറയണത് കേട്ട് ഞാൻ അതനുസരിച്ച് മൊഴി എഴുതുക, ലെറ്റർ എഴുതുക, അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എന്നെ പൂട്ടിയിടുക. ആരെങ്കിലും എന്നോടൊന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ അവരെ പണിഷ് ചെയ്യുക. ആരോടും മിണ്ടാൻ പാടില്ല. ഫോൺ ചെയ്യണമെങ്കിൽ സൂപ്രണ്ടിൻ്റെ റൂമിൽ ചെന്ന് ഫോൺ ചെയ്യാവൂ. ആ ഫോൺ ചെയ്യണ സമയത്ത് അവർ വേറെ റെക്കോർഡ് ചെയ്യും. അവിടെ വേറെ ആരെയും ഒന്നും റെക്കോർഡ് ചെയ്യില്ല, എൻ്റെത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ മക്കൾ വരുമ്പോഴത്തേക്ക് 2 ഓഫീസേഴ്സ് 2 സൈഡിൽ നിന്ന് എന്താണ് സംസാരിക്കണമെന്ന് കേൾക്കണം. വേറെ അവിടെ ആരുടെ കൂടെയും പോണില്ല. അവിടെ റിമാൻഡ് ചെയ്യപ്പെട്ട അക്യൂസ്ഡുകൾ വേറെ കേസുകളിൽ വരും. പോക്സോ ഉണ്ട്, ഇത് പല രീതിയിലുണ്ട്, മർഡർ ഉണ്ട്. എന്നാൽ പോലും എന്നെ ട്രീറ്റ് ചെയ്തത്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ല, ഞാൻ ആക്ച്വലി ജയിലിലും സർവൈവ് ചെയ്യാതെ അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കണം. ബാക്ക് ടു ബാക്ക് എനിക്ക് എപ്പിലെപ്സി ഫിറ്റ്സ് വരുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ഫിറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ബിക്കോസ് അതേപോലത്തെ ടോർച്ചറാണ് ഈ വ്യക്തി തന്നുകൊണ്ടിരുന്നത്. ഒരു ബിരിയാണി ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫോൺ ചോദിക്കുകയോ മൊബൈൽ ചോദിക്കുകയോ അങ്ങനത്തെ, അല്ലെങ്കിൽ ഡ്രഗ്സ് ആവശ്യപ്പെടുകയോ, എനിക്ക് ഒരു ഫെസിലിറ്റീസും വേണ്ട. എനിക്ക് മനസ്സമാധാനം മാത്രം മതിയെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ
ഇതുപോലത്തെ ടോർച്ചർ നമ്മൾ കൺവിക്റ്റഡ് ആയാൽ പോലും ഉണ്ടാവത്തില്ല. ഈ ബിരിയാണി ചെമ്പിൽ അന്ന് സ്വർണം കൊണ്ടുപോയല്ലോ, ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ അത് എങ്ങനെയായിരിക്കും ഇത് കടത്തിയിട്ടുണ്ടാവുക ഇവർ? അങ്ങനെ അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ബിക്കോസ് ആ ചെമ്പ് പോലും വെളിയിൽ ആരും കണ്ടിട്ടില്ല. അതങ്ങ് വീട്ടിൻ്റെ അകത്ത് ക്ലിഫ് ഹൗസിൻ്റെ അകത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഫ്രം ദെയർ. ഇവരുടെ വീട്ടിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് only they will know. I will not know. ഒരു പക്ഷേ മൂന്നാം വട്ടം അധികാരത്തിൽ വരുന്നത് കൊണ്ട് അവിടെ വന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതവിടെ അങ്ങനെ എന്തെങ്കിലും, കാരണം ഞാൻ പറയും ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഗോൾഡ് അതവിടെ എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും? അല്ലെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ല. ട്രാൻസാക്ഷൻസ് നടക്കുമല്ലോ, ഭീമ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. It's very easy for them to handle all these things. ഒരു കണക്കിന് ഈ പിണറായി വിജയനെ കുറിച്ച് മുമ്പ് പറയുന്നത് പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം പാർട്ടിപരമായിട്ട് ചില കർശന സ്വഭാവക്കാരനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മകളാണ് അദ്ദേഹത്തിനെ വഴിതെറ്റിച്ചത്. മക്കളാണ് വഴിതെറ്റിച്ചത്, പ്രത്യേകിച്ച് മകളാണ് വഴിതെറ്റിച്ചത്. മകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വഴിവിട്ട പലതും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പലരും വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മാഡം? 100%. മകൾ മാത്രമല്ല, മകളും മകളുടെ അമ്മയും ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ ബ്രെയിൻ. ഹീസ് മേ ബി ജസ്റ്റ് എ റബ്ബർ സ്റ്റാമ്പ്, എഴുതി കൊടുക്കുന്ന നോട്ട് വായിക്കാൻ അറിയാം. ടിഷ്യൂ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞാൽ ഒപ്പിടുന്ന ആളാണ്. അമ്മയും അല്ല ഭാര്യയും മകളും പറയുമ്പോൾ കേൾക്കാത്ത ഏതെങ്കിലും അച്ഛനോ ഭർത്താവോ ഉണ്ടോ? പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് അല്ലേ, മകളുടെ കാര്യത്തിലായാലും ഓവർ എക്സെൻട്രിക് ആണല്ലോ. അപ്പം എന്തുണ്ടെങ്കിലും എല്ലാ പവറും വേണം, എല്ലാം പിടിച്ച് അടക്കി വയ്ക്കണം ഫോർ മൈ ഡോട്ടർ എന്നുള്ളൊരു ചിന്താഗതിയല്ലേ. അപ്പോൾ പിന്നെ ഓബ്വിയസ്ലി ഈസ് ജസ്റ്റ് റബ്ബർ സ്റ്റാമ്പ്. അപ്പോൾ ഇങ്ങനെ ഈ അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും കമ്പൽ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാമോ? കമ്പൽ ചെയ്യണതല്ല, അവരാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഭാര്യയും മകളും. ഭാര്യയാണ് CM രവീന്ദ്രനുമായിട്ടിരുന്ന് പദ്ധതികൾ, ശിവശങ്കർ സാറുമായിട്ടിരുന്ന് പദ്ധതികൾ തീരുമാനിക്കുന്നത്. ഷേഖിന് സ്വർണം കൊടുക്കാന്ന് പറയുന്നത് പുള്ളിക്കാരത്തിയാണ്. അതായത് CM രവീന്ദ്രനും M ശിവശങ്കറും കമലയും കൂടിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ അവിടെ റോളില്ല. ഇല്ല, അവരാണ് അവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രുമെന്റലായിട്ട് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതും പിന്നെ നോട്ട്സ് എഴുതി കൊടുക്കുന്നത് ശിവശങ്കർ സാർ. ഏതൊരു കാര്യവും പദ്ധതിയാക്കി കൺവേർട്ട് ചെയ്യണത് ഓവർനൈറ്റ് ശിവശങ്കർ സാർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മാഡം കമലയ്ക്കാണ്. വെറും പാവയെ പോലെ നടക്കുകയാണ്. പാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. then why the hell is he sitting as മുഖ്യമന്ത്രി cheating all these people of Kerala? ഇല്ലേ, ഇതിന് നമുക്ക് ഒരിക്കലും ഒരു സിമ്പത്തി അല്ല, ഒരിക്കലും ഒരു സിമ്പത്തി നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ബിക്കോസ് ഇത്രയും ഇദ്ദേഹം ആരാ, ഇദ്ദേഹത്തിന് എന്താ, വാട്ട് ഇസ് ഹി? ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഇസ് എ മുഖ്യമന്ത്രി? എല്ലാവർക്കും നമ്മളെ സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി ആവാൻ പറ്റില്ലല്ലോ. സോ ദ പീപ്പിൾ ആർ വോട്ടിംഗ് വൺ പേഴ്സൺ ടു ബിക്കം ദ ഗവൺമെന്റ് സെർവന്റ് ടു സെർവ് അസ്, ടു സെർവ് ദ പീപ്പിൾ ഓഫ് കേരള. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ ഭംഗിയോ സൗന്ദര്യമോ അല്ലെങ്കിൽ പവറോ ബാങ്ക് ബാലൻസോ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നീതി കാണിക്കേണ്ടത് ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും ആണോ അതോ നമ്മളെ പോലത്തെ ജനങ്ങളടുത്താണോ? ജനങ്ങളടുത്താണ്. അപ്പൊ പിന്നെ നമുക്ക് സിമ്പത്തി ഒന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പം വെരി വെരി ഹാപ്പി ടു നോ ദാറ്റ് കേരളത്തിലെ ആൾക്കാർക്ക് നല്ല ബോധം വന്നു. ലൈക്ക് ദേ ഹാവ് റിയലൈസ്ഡ് ദ ട്രൂത്ത് ദാറ്റ് കേരള ഇനി അവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ കേരളം മാപ്പിലേ ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് കുറയും, കേരളം മൊത്തത്തിലേ പൊതിഞ്ഞ് കച്ചവടം നടത്തും. തീർച്ചയായിട്ടും. എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ളത്, ഞാനൊരു കേസിൽപ്പെട്ട ഒരു വാർത്താ സംബന്ധമായ കേസിൽ ഇവരെന്നെ പെടുത്തി. ഞാനും കാക്കനാട് ജയിലിലുണ്ടായിരുന്ന സമയത്ത് M ശിവശങ്കർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിച്ചു, കാരണം ഇത്രയ്ക്കും പിണറായി വിജയനുമായിട്ടും ഒക്കെ ഒരു അടുപ്പമുള്ളൊരു വ്യക്തി, ആ വ്യക്തി എന്താണ് ഇപ്പോഴും ഭയപ്പെട്ട് ജയിലിൽ കഴിയുന്നത്? പലതും തുറന്നു പറയാൻ അയാൾക്കുണ്ടാവില്ലേ? എന്നിട്ട് പോലും അയാൾ ഇറങ്ങിയിട്ട് അയാളെ പിണറായി വിജയനെ വെള്ള പൂശുകയും സ്വപ്ന സുരേഷ് എന്ന വ്യക്തിയെ കരുവാരി തേക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് അയാൾ ഇറക്കിയത്. എന്തുകൊണ്ടാണ് ഈ M ശിവശങ്കർ ഭയപ്പെടുന്നത്? കാരണം അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് നഷ്ടപ്പെട്ടു? ജയിലിൽ കിടന്നില്ലേ? ജയിലിൽ കിടന്ന് വലിയ വലിയ മഹാന്മാര് ജയിലിൽ കിടന്നിട്ട് അവർ സ്വാതന്ത്ര്യ സമരത്തിനും മറ്റു കാര്യത്തിനുമാണ് പോയത്. അതുപോലെ ഇതുപോലെ അല്ലല്ലോ. ഇത് പിണറായി വിജയനോടുള്ള ത്യാഗം അല്ല, അങ്ങനെ ഒരു വിധേയത്വം ഉണ്ടാകാൻ, അതായത് ഏതെങ്കിലും രീതിയിൽ M ശിവശങ്കർ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നുണ്ടോ?
അതോ വിധേയത്വമാണോ? ശിവശങ്കറിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ശിവശങ്കറിനെ പിണറായി വിജയനോ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ അതോ ഇനി പിണറായി വിജയനോടുള്ള വിധേയത്വമാണോ എന്നാണ് എൻ്റെ ചോദ്യം. വിധേയം മീൻസ് വിധേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറയേണ്ടത്? അതായത് അദ്ദേഹത്തിനോടുള്ളൊരു കൂറ്. 100% he is a crazy fan of Mr. Pinarayi Vijayan. Crazy fan. Because actually പുള്ളി ശിവശങ്കർ സർ BJP ചിന്താഗതിയുള്ള ആളായിരുന്നു. ബട്ട് ഈ വക കാര്യങ്ങളും കിക്ക് ബാക്സ് കിട്ടാൻ തുടങ്ങി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം he became a crazy fan of Mr. Pinarayi Vijayan. And he started sacrificing everything for him. ഒരു ഡ്രഗ്സ് എടുക്കുന്ന ആ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു ലെവലിലുള്ള പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ്സ് പോലെയാണ് അദ്ദേഹത്തിന്, അഡിക്ഷനാണ്. അത് ആ അഡിക്ഷൻ തോന്നാൻ കാരണം പണമാണോ? 100% പണം, പവർ, ഫെസിലിറ്റീസ്. ബിക്കോസ് കൺഫേർഡ് IAS-ന് ലിമിറ്റേഷൻസ് ഇല്ലേ? തീർച്ചയായും. പഠിച്ച് പാസ്സായ IAS-നെ പോലെ അല്ലല്ലോ കൺഫേർഡ് IAS. അപ്പോൾ ആ കൺഫേർഡ് IAS-ന് ഇത്രയും ഫെസിലിറ്റീസ് കിട്ടുമ്പോൾ ജസ്റ്റ് ഇമാജിൻ, ഇത്രയും പവർ കിട്ടുകയല്ലേ എല്ലാത്തിനും. മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നിരുന്ന് നോട്ട്സ് എഴുതുക, കൊടുക്കുക, സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നു. വൈഫുമായിട്ടൊക്കെ ഇത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എത്ര IAS ഓഫീസേഴ്സിന് പറ്റും? അതെ, എത്ര IPS ഓഫീസേഴ്സിന് പറ്റും? അപ്പോൾ ഇതൊരു കൺഫേർഡ് IAS അല്ലേ? അപ്പോൾ that will become an addiction. Power is the biggest addiction. അത് കിട്ടുമ്പോഴും ഇത്രയും ഫ്രീഡം, അദ്ദേഹം പറയുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും അതൊരിക്കലും നഷ്ടപ്പെടാൻ നോക്കൂലല്ലോ. പിന്നെ മിസ്റ്റർ പിണറായി വിജയൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻകം എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ പദ്ധതികളിലാണ്, ഏതൊക്കെ ഫോറിൻ കമ്പനീസിലാണ്, എല്ലാ ഡീറ്റെയിൽസും ശിവശങ്കർ സാറിന് അറിയാവൂ. അപ്പോൾ ശിവശങ്കർ സാറിന്റെ ഭാവി എവിടെയാണ്? അതായത് അത് അങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവി, ഫ്യൂച്ചർ എവിടെയാണ്? ഇപ്പം നഷ്ടപ്പെടുന്നതല്ലല്ലോ, വേറൊരു എംപയർ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ കൈകളുണ്ടല്ലോ. VRS എടുത്തെങ്കിലും അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊക്കെയാണ് ഇതിന്റെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. You should understand all that. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇനി എന്തെങ്കിലും ഒരു വിഷയം ഉയർന്നു വന്നാൽ മാത്രമേ അതിന്റെ പിന്നാലെ പോകൂ. അത് അങ്ങനെ ഒരു വിഷയം നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. മാഡം പറഞ്ഞത് വളരെ ഒരു വലിയ പോയിന്റാണ്. ശിവശങ്കർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങളോ മറ്റാരെങ്കിലുമോ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു ബുക്ക് എന്നെ ബാക്കിയും കൂടി എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നശിപ്പിക്കാൻ വേണ്ടി ഒരു ബുക്ക് എഴുതിയതിനു ശേഷം അദ്ദേഹം എവിടെയാണ്, എന്താണ് ചെയ്യണത്? ഇപ്പോഴും സ്മാർട്ട് സിറ്റിയുടെ ബാക്കിയുള്ള സ്റ്റാർട്ടപ്സിൻ്റെയും കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ആരും അന്വേഷിക്കാത്തതുകൊണ്ട് വെളിയിൽ അറിയുന്നില്ല. VRS എടുത്ത ഒരാള് VRS എടുത്തത് ജയിലിൽ കിടന്നുകൊണ്ട് മനസ്സ് മടുത്തിട്ടാണല്ലോ. അപ്പൊ പിന്നെ വൈ ഷുഡ് ഹി ഇൻവോൾവ് അഗൈൻ? അപ്പൊ ആരാണ് അതിനെ സഹായിച്ചുകൊണ്ടിരുന്നത്? ശരി. അപ്പോൾ ഈ CM രവീന്ദ്രൻ പലപ്പോഴും അന്ന് ED ചോദ്യം ചെയ്തു. അതിനുശേഷം CM രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു സ്ഥിതിയൊക്കെ എത്തിയെങ്കിലും പിന്നീട് CM രവീന്ദ്രൻ എന്നുള്ള പേര് മാഞ്ഞുപോയി. CM രവീന്ദ്രൻ ഇപ്പോൾ രവീന്ദ്രനെ അന്ന് ചോദ്യം ചെയ്തത് ആരാ? രാധാകൃഷ്ണനാണ്. യെസ്. അപ്പൊ ആ ഒരു മീഡിയ ഹൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു, ഹോസ്പിറ്റലായി, സോ മച്ച് ഓഫ് ഗിമിക്സ്. ആ ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഓടിപ്പോയി അഡ്മിറ്റായി. CM രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി. സോ മോഡസ് ഓപ്പറാൻഡി ഒക്കെ എല്ലാം ഏകദേശം സെയിം ആയില്ലേ? അതെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്വപ്ന സുരേഷ് എന്ന വ്യക്തിക്ക് അന്ന് HRDS-ലാണല്ലോ ജോലി കിട്ടിയത്. എന്തുകൊണ്ടാണ് അത് ഇന്ന് വിട്ടു പോകാൻ കാരണം? പിന്നീട് ഈ ഭീഷണി തന്നെയായിരുന്നു. ആ പാവപ്പെട്ട സ്ഥാപനം മുന്നോട്ട് വന്നു ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി, വിച്ച് മീൻസ് എനിക്കൊരു ജോലി തന്ന് എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു നേരായ രീതിയിൽ എൻ്റെ സ്കിൽ സെറ്റ്സ് കണ്ടിട്ട് അവരെനിക്കൊരു ജോലി തന്നു. അവിടെ ആവശ്യമില്ലാതെ അജയ് കൃഷ്ണൻ സാറിൻ്റെ പേരിൽ കുറേ കേസെടുത്തു, സ്വാമിജിയുടെ പേരിൽ കേസെടുത്തു, അവിടുത്തെ പെൺകുട്ടികളെയൊക്കെ ആ സമയത്ത് ചോദ്യം ചെയ്യാൻ വരുന്നു, ബാക്ക് ടു ബാക്ക് റെയ്ഡ്, ഇതുപോലത്തെ ഒരു ടോർച്ചർ ഞാൻ കാരണം ആ സ്ഥാപനത്തിന് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. സോ ദെൻ
They said I can associate with them always. ഞാൻ അവരുടെ ഫാമിലിയുടെ ഭാഗം തന്നെയാണ് അന്നും ഇന്നും എന്നും. പക്ഷെ ഇത്രയും ടോർച്ചർ അവിടുത്തെ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളേരെ സ്റ്റേഷനിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ അവരുടെ ഭാവി, അവരുടെ പേരൻസിന്റെ ടെൻഷൻ, എന്തുമാത്രം കേസാണ് അവർക്ക് ഉണ്ടായത്. വിജിലൻസിൽ നിന്ന് റെയ്ഡ് വരുന്നു, IT നിന്ന് റെയ്ഡ് വരുന്നു, ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അവരുടെ സ്ഥാപനത്തിന് പൂർണ്ണമായി തകർക്കാൻ നോക്കി. സോ they said they will terminate me. I said I will not resign, you terminate ചെയ്യാണ് ചെയ്തത്. because ഞാൻ റിസൈൻ ചെയ്താൽ വീണ്ടും അവർക്ക് ചീത്ത അവർക്ക് ബുദ്ധിമുട്ടാവും. അതിന് ആ സമയത്താണല്ലോ പിന്നീട് അവർക്ക് കേസ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ടെർമിനേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അതേ ഉള്ളൂ, വേറെ നിവൃത്തിയില്ല. എൻ്റെ ഒരു സെൽഫിഷ് കാര്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ മകനെ വളർത്താൻ വേണ്ടി ഞാൻ ഇത്രയും ഫാമിലീസിന് ആപത്തിലിടുക എന്ന് പറയണത് ഇറ്റ്സ് നോട്ട് ഓൺ, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഇപ്പൊ വീണ്ടും അവരുമായിട്ട് തന്നെ ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. അതെ, ബിക്കോസ് വേറെ ആരും മുന്നോട്ട് വരുന്നില്ല. ഇനിയിപ്പം ഗവൺമെന്റ് മാറി, ഇനി ഐ ഡോണ്ട് നോ ആരെങ്കിലും വലിയ മനസ്സ് ഉള്ള മലയാളീസ് ഉണ്ടെങ്കിൽ നമുക്ക് ടാലന്റ് ഉണ്ട്, സ്കിൽ സെറ്റ്സ് ഉണ്ട്. I possess everything what I need for an organization. If somebody is interested, let them come forward. We'll see about it. But as of now, അതുപോലെ തന്നെയാണ് അന്ന് കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. അത് എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നത് അറിയാമോ, ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ആരൊക്കെ നോവിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അനുഭവിച്ചു എന്നുള്ളതാണ്. അത് ചുരുങ്ങിയ കാലയളവിലുള്ളിൽ പിണറായി വിജയനാകട്ടെ, വീണ വിജയനാകട്ടെ, അതായത് അന്ന് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്ത അതേ ഇഡിയാണ് ഇന്ന് വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്വപ്ന സുരേഷിൻ്റെ അമ്മ എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് അത് ഇന്ന് അവരുടെ അമ്മ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രനാകട്ടെ, ശ്രീരാമകൃഷ്ണനാകട്ടെ, തോമസ് ഐസക്കാവട്ടെ, ആരാകട്ടെ, ഒരാൾ പോലും സ്വപ്ന സുരേഷിനെ തൊട്ട ആൾക്കാരും ഇത് അവർക്കെല്ലാം അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇത് ഞാൻ പേഴ്സണലി ചെന്ന് ഒന്നും അവരാരെയും ചെയ്തിട്ടില്ലല്ലോ. അവരാരെയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ 3 വ്യക്തികൾ, കടകംപള്ളി ഓർ തോമസ് ഐസക് ഓർ ശ്രീരാമകൃഷ്ണൻ, അവർ ലൂസ് ടോക്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അതിന് ഉത്തരം കൊടുത്തത്. അല്ലാതെ ഞാൻ ഒരിക്കലും അവരെ അൺനെസസറി മറ്റേ പബ്ലിസിറ്റി സ്റ്റണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, മറ്റേ ചീപ്പ് സംസാരം, അതൊന്നും സംസാരിക്കാനല്ല സ്വപ്ന സുരേഷ് അതിന് നിൽക്കാറില്ല. ഐ എം വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഐ എം ടെല്ലിങ് യു, ഞാൻ ഒരിക്കലും ടാക്കിൾ ചെയ്യേണ്ട പ്രോബ്ലംസ് ഞാൻ ടാക്കിൾ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഒരു എന്നെ പിടിച്ചു അല്ലെങ്കിൽ എന്നെ കടിച്ചു എന്നെ പിച്ചി ഇങ്ങനത്തെ ചീപ്പ് സംസാരം ഐ ഡോണ്ട് ഡു. അവരെ ലൂസ് ടോക്സ് എപ്പോൾ ചെയ്തോ അപ്പം അതിനുള്ള ഉത്തരം കൊടുത്തു. ബി കെയർഫുൾ, ഡോണ്ട് പ്ലേ വിത്ത് മീ ബിക്കോസ് ഐ ഹാവ് ദ പ്രൂഫ്. അത് തന്നെ ഞാൻ അന്നും പറയാം, ഇന്നും പറയും, എന്നും പറയും. പക്ഷെ എല്ലാവർക്കും കിട്ടും. ബിക്കോസ് ഞാൻ ഡയറക്റ്റ് പോയി ഒന്നും ചെയ്തതല്ല. അതെ അതെ. അല്ല, അത് മാത്രമല്ല അന്ന് ഈ മാഡം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വക്കീൽ നോട്ടീസായിരിക്കും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നൊക്കെയാണ് തോമസ് ഐസക്കൊക്കെ പറഞ്ഞത്. പിന്നീട് അതിനൊക്കെ ഒരു നടപടിയെല്ലാം ഉണ്ടായോ? ഇല്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. എങ്കിൽ പിന്നെ ബാക്കിയുള്ളത് വെളിയിലാവും. അതായത് എന്തെങ്കിലും തരത്തിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ്. 100%. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. ഐ വാസ് ക്വയറ്റ്. ശിവശങ്കർ സർ എപ്പോൾ പുസ്തകം ഇറക്കിയോ അപ്പോഴാണ് സൈലന്റ് ഒരു സൈലന്റ് അത് മാറ്റി. Then I lost my control. So if anybody comes to play with me, I'll give them the answer. അത് എൻ്റെ ലാംഗ്വേജിൽ എൻ്റെ രീതിക്കായിരിക്കും ഞാൻ ഉത്തരം കൊടുക്കുന്നത്. ഞാൻ ഈ മറ്റേ ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ടു ലോയേഴ്സ് ആൻഡ് ഡെഫമേഷൻ, മറ്റത് പീഡിപ്പിച്ചു, പീഡനം, അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി ഒന്നും ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റുപ്പിഡിറ്റിയും ചെയ്യില്ല. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഐ വിൽ ത്രോ ഇറ്റ് ഔട്ട് ഓൺ ദ ഗ്രൗണ്ട്. ദെൻ വീൽ ഹാവ് ടു പ്ലേ. CPM സംബന്ധിച്ചിടത്തോളവും പിണറായി വിജയനെയും മറ്റും സംബന്ധിച്ചിടത്തോളവും ഇത് വലിയ, അതായത് ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷയമാണ്. അപ്പോൾ ഭരണം കൂടി പോയ സ്ഥിതിക്ക് ഏതെങ്കിലും രീതിയിൽ സ്വപ്ന സുരേഷ് എന്ന വ്യക്തിയെ വീണ്ടും സ്വാധീനിക്കാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടോ? എന്നിട്ടില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ്, അതായത് ഇപ്പോൾ കേസിൻ്റെ അവസ്ഥ എന്താണ്? വെയിറ്റിംഗ് ഫോർ ദ ട്രയൽസ്. 164 കൊടുത്തിട്ടുണ്ട്. പക്ഷേ
ഇവര് അധികാരത്തിലിരുന്നപ്പോൾ ഒന്നും നടന്നിട്ടില്ല, എല്ലാം സ്റ്റാഗ്നന്റ്, എല്ലാം സ്റ്റോപ്പായി നിൽക്കുകയായിരുന്നു. ഇനിയിപ്പം ഈ ഗവൺമെന്റ് മാറിയതിന് ശേഷം എന്താണ് അടുത്തെന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പുതിയ പരാതികളോ അങ്ങനെ എന്തെങ്കിലും? എൻ്റെ പേരിൽ ആവശ്യമില്ലാതെ എടുത്തിട്ടുള്ള ഈ സ്റ്റേറ്റ് പോലീസിന്റെ കുറെ ഗൂഢാലോചന കേസ്, അത് ഇത് കലാപശ്രമം ആൻഡ് ഓൾ ദോസ് നോൺസെൻസ്, അത് ഐ എം തിങ്കിങ് ഓഫ്, ഐ എം പ്ലാനിങ് ടു ഡിസ്കസ് വിത്ത് മൈ ലോയർ ടു ഗോ ആൻഡ് മീറ്റ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഓഫ് കോഴ്സ് മിസ്റ്റർ ചെന്നിത്തല ഓൾസോ. ഈ ആവശ്യമില്ലാതെ ഗ്രൗണ്ട്സ് ഇല്ലാത്ത കേസുകൾ തലേന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഒന്ന് അപ്രോച്ച് ചെയ്യണമെന്നുണ്ട്. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ. ഞാനത് ചോദിച്ചു വന്ന കൂട്ടത്തിൽ ചോദിക്കുകയാണ്. കാരണം HRDSനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് അവരും വേട്ടയിടപ്പെട്ടു അതിനതിൽ. യഥാർത്ഥത്തിൽ ഈ പലർക്കും ഉള്ള സംശയവും കൂടിയാണത്. അതായത് HRDSനെ കുറിച്ച് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അവരാരും മിണ്ടില്ല. യഥാർത്ഥത്തിൽ മേഡം അവിടെ ജോലി ചെയ്തിരുന്നതാണ്. എന്താ അവരുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? ട്രാൻസ്പെറൻ്റ് ആണോ? കാരണം ഞാൻ വേറെ ഒന്നും അല്ല, എനിക്കിപ്പോൾ അതിന് പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞാനിത് ഒരു ഇൻ്റർവ്യൂ എന്നുള്ള നിലയിൽ ഒരു പബ്ലിക് ഇത് അറിയണം എന്നുള്ള കാര്യം കൊണ്ട് ചോദിക്കുക. വെൽ, ഐ വിൽ ജസ്റ്റ് ടെൽ യു, ഞാൻ ഒരിക്കലും ഇനി ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കണമെന്നല്ല. I'm just telling you, it is a very, very professional NGO. And they are really fighting for the justice of the tribes. അവരുടെ വെൽബീയിങ്ങിന്, അവരുടെ കയറി കിടക്കാനുള്ള ഒരു പ്രോപ്പർ ഷെൽട്ടർ കൊടുക്കാനുള്ള ആ കറക്റ്റ് പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്യുന്നത്. ആൻഡ് മാത്രമല്ല, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ദ ട്രൈബ്സ്. HRDSുമായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയും ഈക്വലി അവിടുത്തെ സ്വാമിജിയെ പോലെയോ അല്ലെങ്കിൽ സെക്രട്ടറിയെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂബിൾ ആണ്. ആ ഒരു വാല്യൂ നമുക്കെല്ലാവർക്കും തന്നിട്ടുമുണ്ട്. ആൻഡ് അവരുടെ അക്കൗണ്ട്സ് ആവട്ടെ, അവരുടെ എല്ലാം, ഇറ്റ് ഈസ് ഔട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദർ ഇസ് നോ ഡേർട്ടി ബിസിനസ് ഇൻവോൾവ് ബിഹൈൻഡ് ദ കർട്ടൻസ്. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും സത്യസന്ധമായ ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ് അവരിങ്ങനെ വേട്ടയാടപ്പെടുന്നത്. ഇവര് മറ്റേ ഗിമിക്സ് കാണിക്കുന്നവരായിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല. എപ്പോഴേ അവരും ഇവരുമായിട്ട് ചേർന്ന് എന്നെ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചേനെ. ഒരു പ്രാവശ്യമെങ്കിലും ഒരു നെഗോസിയേഷൻ വന്നേനെ. നോ, നത്തിങ്. അജയ് കൃഷ്ണൻ സാർ അന്നും ഇന്നും പറയണത് താങ്കൾ ഫൈറ്റ് ചെയ്യുക, ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ബിക്കോസ് അവരും അതിനാണ് ഫൈറ്റ് ചെയ്യണത്. ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും അവരും തുറന്ന് സംസാരിച്ചുകൊണ്ടാണ്. അവരുടെ ഓഫീസിൽ എനിക്ക് പത്രസമ്മേളനം നടത്താൻ, ഞാൻ അവിടെ വർക്ക് ചെയ്യണ ആളില്ലേ, എനിക്ക് പത്രസമ്മേളനം നടത്താൻ ഞാൻ റോഡിൽ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വണ്ടിയിൽ ബോർഡ് വെക്കുന്നതിന്, HRDS ബോർഡ് വെച്ചതിന് പ്രശ്നം ഉണ്ടാക്കി. ഏതൊക്കെ രീതിയിൽ അവരെ നശിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവരെ നശിപ്പിച്ചു. ആരെയും പറ്റിക്കണതുമില്ല, ആരുടെതും പിടിച്ചു പറിക്കുന്നില്ല. വാട്ട് എവർ they are getting from the society, they are donating it to the society. പിന്നെ ഒരുപാട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക്, ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പം ഹാർഡ് ടു ബിലീവ്. അജയ് കൃഷ്ണൻ സാറിനെ ഞാൻ ആകെ കൂടി ആ ഓഫീസിൽ ജോലി ചെയ്ത സമയത്ത് ഒരു 4-5 പ്രാവശ്യം കണ്ടിട്ടുപോലും ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് വന്നപ്പോഴത്തേക്ക് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. And I knew so many people celebrated that opportunity. പക്ഷെ I came forward with my Facebook post and everything. ഞാനാണ് മറുനാടൻ മലയാളിക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് ഫേക്കാണ്, ഫേക്ക് കംപ്ലൈന്റ് ആണ്, എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡൈയിങ്. അപ്പം അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണ്ടേ? ഒരു നേരത്തെ ആഹാരം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് സിൻസിയറിറ്റി കാണിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഈ പിണറായി വിജയൻ്റെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുപ്പം അന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇപ്പോൾ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും പലപ്പോഴും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഏക സഹോദരിയാണ് വീണ വിജയൻ. ഈ വീണ വിജയൻ്റെ രണ്ടാം വിവാഹത്തിന് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലായിരുന്നപ്പോൾ എന്തുകൊണ്ട് വിവാഹത്തിന് വിവേകിരൺ വന്നില്ല എന്ന് സംശയം ചോദിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നു. ഒരു അരമണിക്കൂറിനകത്ത് എന്നെ സൈബർ പോലീസ് വിളിച്ചിട്ട് ആ വാർത്ത നീക്കം ചെയ്യിപ്പിച്ചു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകൻ വിവേകിരൺ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ അവരുടെ ചടങ്ങുകളിലോ വരാത്തത്? മാധ്യമങ്ങളുടെ മുമ്പിലെന്നല്ല,
മാധ്യമങ്ങളിൽ പറയേണ്ട കാര്യമില്ല, അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് വീണയ്ക്കുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ വീണയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പാർഷ്യൽ ഇത് ആ ഒരു ഇമ്പോർട്ടൻസ് ആ മകന് അദ്ദേഹം കൊടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും ഡീൽസിന്റെ ഭാഗമായിട്ട്. ബട്ട് അതർവൈസ് മകള് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മകളും കൊച്ചുമകനും അവർ ഈ രണ്ടുപേരുമാണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്. അല്ല, പലരും പറഞ്ഞു കേൾക്കുന്നത് ഈ ഇതുപോലെയുള്ള ഡീലുകളൊക്കെ നടത്തുമ്പോൾ അത് വിവേകരൻ, അതായത് പിണറായി വിജയന്റെ മകനാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെയാണ്. അല്ല അങ്ങനെയല്ല, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മകൻ്റെതായ റോൾസും ട്രാൻസാക്ഷൻ ഡീൽസും ഒക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ബേസിക്കലി മുൻതൂക്കം കൊടുക്കുന്നത് വീണ വിജയനും വീണ വിജയന്റെ മകനുമാണ്. പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നി, അന്ന് പല ചിത്രങ്ങളും വന്നപ്പോഴും മേഡവും അതുപോലെ പിണറായി വിജയൻ്റെ കുടുംബമായിട്ടുള്ള അടുപ്പമാണ്. പ്രത്യേകിച്ചും നമ്മൾ മനുഷ്യരൊക്കെ ഒരു പരിധിയുള്ള മനുഷ്യരൊക്കെ മനുഷ്യത്വമുള്ളവരാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെന്ന് പറയുമ്പോൾ പുരുഷന്മാരെക്കാളും കുറച്ച് മനുഷ്യത്വം, ഒരു മാതൃത്വം ഒക്കെ ഉള്ളതാണ്. പക്ഷേ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും വീണ വിജയൻ എന്ന വ്യക്തിയും തമ്മിൽ ഏജ് ഡിഫറൻസ് ഒന്നും വലുതായിട്ടൊന്നുമില്ല. പക്ഷേ അവിടെയും ഇതൊക്കെ അറിയാമെങ്കിലും ഈ കമല എന്ന് പറയുന്ന സ്ത്രീ എന്തിനാണ് നമ്മൾ അവരോടൊപ്പം നിന്നതല്ലേ, അവരെന്തിനാ കുട്ടി ദ്രോഹിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും പോലും പറയാൻ അവരെന്താണ് അവരുടെ ഒരു മാനസികാവസ്ഥ? ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുള്ളൊരു കാര്യമാണത്. Nobody has asked me about her ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്, ബട്ട് I'll tell you she's a very poisonous wicked lady. അങ്ങനത്തെ സ്ത്രീകളെ സ്ത്രീ എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഫീലിംഗ് ഉണ്ടാവണം എന്ന്, ഷീസ് പക്ക ഒരു ബിസിനസ് വുമൺ. ബിക്കോസ് she thinks she's എല്ലാം, ലോകത്തെ എല്ലാം, അല്ലെങ്കിൽ ഒരു ജനിച്ച് വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വീൻ, ഒരു രാജ്ഞി, അവർക്ക് സ്വർണം കൊടുത്ത് അവരെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറയുന്ന കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണത്. നമ്മൾക്ക് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തോ ആണെന്നുള്ളൊരു എല്ലാം മറന്ന് ജീവിക്കുന്നവർ മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ, അല്ലേ? അതെ, തീർച്ചയായും. ബിക്കോസ് ഷീ ഈസ് നോട്ട് ബോൺ ഫ്രം എ വെൽത്തി ഫാമിലി. ഐ ഡോണ്ട് നോ ഹർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഈ പിണറായി വിജയന്റെ ഭാര്യ എന്നുള്ളതല്ലാതെ വേറെ ഒരു ടീച്ചർ മാത്രമല്ലേ ഉള്ളൂ. ഒരു LP സ്കൂൾ അധ്യാപികയായിരുന്നു. എനിക്ക് തോന്നുന്നു ആൻഡി എന്നോ എന്തോ അവരുടെ അച്ഛൻ്റെ പേര്. അദ്ദേഹം പാർട്ടിക്കാരനോ MLA യോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു, എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് എന്തായാലും സാധാരണ കുടുംബമാണ്. പാർട്ടിക്കാരന്റെ മകൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും അംബാനിയുടെയോ അദാനിയുടെ ഫാമിലി ഒന്നും അല്ലല്ലോ, ഒരിക്കലും അല്ല. എനിക്ക് തോന്നുന്നു എന്റെ അച്ഛനും അമ്മയ്ക്ക് അവരുടെ കുടുംബത്തിനേക്കാളും സ്വത്തുണ്ട്. അല്ല, അഹങ്കാരം പറയുന്നതല്ല, പക്ഷെ മതി മറന്ന് ജീവിക്കുമ്പോ ഞാൻ എന്തോ ആണ്. അങ്ങനത്തെ ഒരു സ്ത്രീയിൽ നിന്നും ഹൗ കെൻ യു തിങ്ക് ഓഫ് മദർഹുഡ്, അല്ലെങ്കിൽ മാതൃത്വം, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുള്ളിക്കാരത്തി അനുഭവിക്കുകയല്ലേ എന്ന് എങ്ങനെ ചിന്തിക്കാൻ തോന്നും? അവരെ മകളെ, അവരെ ഭർത്താവിനെയും അവർക്കും അവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊന്നും വെളി വരാതിരിക്കാനല്ലേ നോക്കുള്ളൂ. അല്ല, എന്തിനാണ് ഇത്രയ്ക്കും? അതായത് ഇപ്പോൾ മേഡത്തിനാവട്ടെ, എനിക്കാവട്ടെ, മറ്റൊരാൾക്കാവട്ടെ, ഒരു പരിധിയിൽ കഴിഞ്ഞ് നമുക്ക് പണം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലും നമ്മൾ മറ്റൊരാളുടെ കണ്ണീര് വീഴ്ത്തി സമ്പാദിക്കരുത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് അങ്ങനെ തോന്നാത്തത്? കാരണം എപ്പോഴും നമ്മൾ ഈ രാഷ്ട്രത്തലവന്മാർ പോകുമ്പോഴാണ് എപ്പോഴും ഭാര്യമാരെ അനുഗമിക്കുന്നതായി കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യ എപ്പോഴും മുഖ്യമന്ത്രിയെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വളരെ സിമ്പിളായിട്ട്. താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു? അവരെന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? അവർ നമ്മളെക്കുറിച്ച് പോലെ ചിന്തിക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? നമുക്കെതിരെ കേസ് വരുന്നു, നമ്മൾ ജയിലിൽ പോകുന്നു. കാര്യം നമ്മൾ അവരെ പോലെ വെക്കടല്ല. നമ്മൾ നേരെ പോ, നമുക്കുള്ളത് കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അടുത്ത നാളത്തേനെ കുറിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് മരിക്കുക. അവരങ്ങനെയല്ല. കിട്ടും തോറും അവർ സ്വയം മറന്ന് ജീവിക്കുക. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ കണ്ണു തുറക്കാനുള്ള സമയം ദൈവം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അവർ ചിലപ്പോൾ താഴെ ഇറങ്ങും. പക്ഷെ അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ, സമയം വൈകിപ്പോയില്ലേ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയില്ലേ? അത് കാണിച്ചു കൂട്ടുന്നതിന് പെനാൽറ്റി അടക്കം അടയ്ക്കണ്ടേ? അതെ, ഫൈൻ ഉണ്ടല്ലോ, ഏത് തെറ്റിനും ഒരു ഫൈൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ ഞാനിപ്പോൾ മറ്റു കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ചെറുമകനോട് വലിയ അമിതമായിട്ടുള്ളൊരു
വാത്സല്യം അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ അദ്ദേഹത്തിനുണ്ടല്ലേ? മകളുടെ മകനല്ലേ? വേറെയും ചെറുമക്കളുണ്ടല്ലോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അത് ഈ കുട്ടിയോട് മാത്രമാണുള്ളത്. അത് മകളിലൂടെ വന്നതായിരിക്കണം. അതെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കേരളത്തിൽ തന്നെ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് വീണ്ടും പറയാനുള്ളൂ. കാരണം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നമ്മളൊക്കെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു വന്നവരാണ്. കാരണം ഞാനൊക്കെ മേഡം അനുഭവിച്ചതിൻ്റെ ഒരു 100 പോലും ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഓഫീസ് റെയ്ഡ്, അന്നത്തെ റെയ്ഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ജീവിതം കേരളത്തിലാവട്ടെ, ഈ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇപ്പോഴും എനിക്ക് വളരെ ആദരവ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ആദരവ് തോന്നുന്ന ഒരു വ്യക്തിയാണ് സ്വപ്ന സുരേഷ് എന്ന്. കാരണം വാക്കുകളിൽ ഉണ്ട്. കാരണം അതിലൊരു പോളിഗ്രാഫ് ടെസ്റ്റോ നാർക്കോ അനാലിസിസോ ഒന്നും വേണ്ട. സ്വപ്ന സുരേഷിൻ്റെ വാക്കുകളാണ് അവരുടെ വിശ്വസ്തത എന്ന് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരും കൂടെയുണ്ട്. താങ്ക് യു.